89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിന്റെ സമയോടെ തുടങ്ങുവാണ്. പതിവ് പോലെ തന്നെ 2 പേർ ചേർന്ന് ഗാരേജിന്റെ ഷട്ടർ ഉയർത്താൻ പോകുമ്പോൾ ഒരാൾക്ക് കുറച്ച് ക്ഷീണമുണ്ട്. ക്ഷീണമുള്ള ആളുടെ പേര് പറഞ്ഞേ കെവിൻ. എന്താണെന്നറിയാമോ ക്ഷീണം ഉണ്ടാകാനുള്ള പ്രധാന കാരണം? ഈ വിറ്റാര വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. ഈ വിറ്റാര വന്നത് കാണാൻ വേണ്ടി കെവിൻ തനിച്ചാണ് പോയത്. അതായത് എന്നെ കൊണ്ടുപോകാത്തതിന്റെ പ്രതിഷേധമൊക്കെ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് ഈ വിറ്റാര വളരെയധികം കിലോമീറ്റർ, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരാൾ ഈ വിറ്റാര വാങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2 മാസം കൊണ്ട് ഓടിക്കേണ്ട കിലോമീറ്റർ 2 ദിവസം കൊണ്ട് ഓടിച്ചതിന്റെ സന്തോഷത്തിൽ നാട്ടിലെത്തിയിട്ടുള്ള ആളാണ്. അതെ, ഒരു ദേശാടനം കഴിഞ്ഞിട്ട് വന്ന ഒരു പ്രതീതിയാണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഈ വിറ്റാര ഓടിക്കാൻ പോയതിന്റെ സന്തോഷമുണ്ട് ഇന്ന് കെവിന്റെ മുഖത്ത്. തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോ കെവിൻ ആ ഒരു ഈ വിറ്റാര സാഹസിക യാത്രയുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഗാരേജിന്റെ ഷട്ടർ ഉയർത്താൻ പോകുന്നത്. എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്കായിരുന്നു എനിക്ക് കിട്ടിയ ആ ഒരു ഡ്രൈവ്. ഓക്കെ, ഇന്ത്യയിലുടനീളം ഇതുപോലെ നിങ്ങളെപ്പോലുള്ളവർ ഈ വിറ്റാര ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സ്റ്റേറ്റുകളിലൂടെ ഓടിച്ച് കഴിച്ചിട്ടുണ്ടാവും. അതെ, അതൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ജേർണലിസ്റ്റുമാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ ഒരു 2-3 ദിവസത്തിന് വാഹനം തന്നിട്ട് നിങ്ങൾ ഓടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമാണ്. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഒത്തിരി പേർ, ഒരുപാട് പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കുട്ടി. അതെ, മാരുതി കുടുംബത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം. ഓക്കെ, അപ്പൊ മാരുതി കുടുംബത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാരേജിന്റെ സമയം ഇവിടെ തുടങ്ങുവാണ്. 2 മണിക്കൂർ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് മുഴുവൻ പുതുമയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെയാണല്ലോ, ഉറപ്പിക്കാലോ? അതെ, മാരുതി ഈ വിറ്റാര ഉണ്ട്, സിയാറ ഉണ്ട്, കിയ സെൽട്ടോസ് ഉണ്ട്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, നിരത്തിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എടുക്കണമെന്ന് വിചാരിച്ച് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന 3 വാഹനങ്ങളുടെ കഥ പറയുന്ന ഗാരേജ് ഇവിടെ തുടങ്ങുവാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിൽ വിനുവും കെവിനും ഉണ്ട് കേട്ടോ. നമ്മള് ഈ വിറ്റാരയുടെ ഡ്രൈവിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1000 കിലോമീറ്റർ ദൂരം 2 ദിവസം കൊണ്ട് ഓടിക്കാൻ കെവിൻ അവസരം കൊടുക്കുന്നത് മാരുതിയാണ്. കെവിനെ പോലെ പല ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമാരും ഇന്ത്യയിൽ ഉടനീളമുള്ള, അതായത് ഇന്ത്യയിൽ 4 ഗ്രൂപ്പുകളാക്കി ഇവർ തിരിച്ചതിന് ശേഷം ഓരോ ഗ്രൂപ്പുകളിലും എത്ര വണ്ടി വീതം ഉണ്ടായിരുന്നു? ഓരോ ഗ്രൂപ്പിലും ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. 4 ടീമിനൂടെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ ഡ്രൈവ് എന്ന് പറയുന്നത് ഡൽഹി ടു ഗുജറാത്ത് ആയിരുന്നു. സോ ഞാൻ ഗുജറാത്തിൽ അടുത്ത ടീമിന് ഹാൻഡ് ഓവർ ചെയ്യും. അവർ ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്കുള്ള ഡ്രൈവ്. അങ്ങനെ ഓരോ പോയിന്റിലും നമ്മൾ വാഹനം അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതിങ്ങനെ ഒരു റിലേ പോലെ ഇങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്ത് പല ലൊക്കേഷനിൽ ഇങ്ങനെ വാഹനം ഒരേ സമയം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് വാഹനത്തിന്റെ കഥകൾ, കാര്യങ്ങൾ പറയാൻ വെളിപ്പെടുത്താറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ആക്ച്വലി വാഹനത്തിന്റെ ലോഞ്ച് വരുന്നത് 3rd വീക്കിലാണ്, ഡിസംബറിൽ. അന്നാണ് വാഹനത്തിനെ പറ്റിയുള്ള പ്രൈസും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് മീഡിയ ഹൗസിനും മറ്റ് ജേർണലിസ്റ്റുമാർക്കും ഓടിക്കാൻ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് 3rd വീക്കിലാണ്. അതിന് മുന്നോടിയായി 1000 കിലോമീറ്ററുകൾക്ക് മുകളിൽ നമ്മൾ വാഹനം ഓടിച്ച്. എനിക്ക് തോന്നുന്നില്ല ഒരു മാനുഫാക്ചേഴ്സും ഇങ്ങനൊരു അവസരം ബാക്കിയുള്ളവർക്ക് കൊടുക്കുമെന്ന്. അതുമാത്രമല്ല, ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റിന്റെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടില്ല. കാര്യം ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ വളരെയധികം ദീർഘദൂരം വാഹനവുമായിട്ട് സ്പെൻഡ് ചെയ്യാനും വാഹനം എക്സ്പീരിയൻസ് ചെയ്യാനും അങ്ങനെ അധികം ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതിൽ ഭാഗ്യം ചെയ്ത ഒരാൾ ഞാൻ തന്നെയാണ്. ഓക്കെ, അതിന്റെ ഒരു സന്തോഷം കെവിന്റെ മുഖത്തുണ്ട് കേട്ടോ. 2 ദിവസം കൊണ്ട് 1000 കിലോമീറ്റർ. അതെ, അപ്പോ എങ്ങനെയാണ് 1000 കിലോമീറ്റർ ഓടിക്കുന്നത്? എത്ര നേരം വണ്ടി നിർത്തിയിടും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുവാണോ? ഇത്തരം ഒത്തിരി സംശയങ്ങൾ ചോദിക്കാനുണ്ട്. ആക്ച്വലി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാഹനം ഓടിക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ടായിരുന്നു. മാരുതി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഡൽഹിയിൽ നിന്നും രാജസ്ഥാൻ വരെ എത്തുന്ന സമയത്ത് ആ ഓരോ 3 സ്റ്റേറ്റ് കവർ ചെയ്യുമ്പോഴും ആ സ്റ്റേറ്റ് ടീമിൻ്റെ ആൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അവിടുത്തെ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ മാരുതിയുടെ കൺസേൺഡ് ആയിട്ടുള്ള ആ സ്റ്റേറ്റിലെ ഒരു ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ മറ്റുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച്മെൻറ്റ്സ് വേണമെങ്കിൽ അവരത് ടേക്ക് കെയർ ചെയ്തോളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മൾ 2025 ജനുവരി ഓട്ടോ എക്സ്പോയിലായിരുന്നു ഈ ഒരു വാഹനം ആദ്യമായിട്ട് കണ്ടത്. ജനുവരി തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഈ വിറ്റാര എന്ന് വരും എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി. എന്നാൽ 12 മാസത്തിന് ശേഷം ഡിസംബറിലാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു വാഹനം ഇത്രയും ദൂരം ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ടാണ് ഇത്രയധികം ഡിലേ മാരുതി ഈ ഒരു വാഹനത്തിന് ലോഞ്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ 3 സംസ്ഥാനങ്ങൾ കവർ ചെയ്യുമ്പോഴും ചാർജിങ് നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നമേ ഞാൻ ഫേസ് ചെയ്തില്ല.
എനിക്ക് ഒരു ചായ കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കേണ്ട സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് ചാർജിങ് സ്റ്റേഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ആകുന്ന സമയത്ത് നേരത്തെ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ചാർജിങ് നെറ്റ്വർക്കിൻ്റെ ഒരു അഭാവം. എന്നാൽ മാരുതി ഇന്ത്യ ഗോസ് ഇലക്ട്രിക് എന്നുള്ള ടാഗ്ലൈൻ എന്തുകൊണ്ട് ഈ ഒരു ഡ്രൈവിന് ഇട്ടു എന്നുള്ളത് ഈ ഒരു വാഹനം ഇത്രയും ദൂരം ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ വിറ്റാരയുടെ വിജയ കഥകളാണ് റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റേഡിയോ ഗാരേജ് ആണ്, കൂടെ വിനുവും കെവിനുമാണ്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ 2 പേരുണ്ട് കേട്ടോ. ഒരാൾ വിനുവാണ്, ഒരാൾ കെവിനാണ്. നമ്മൾ ഈ വിറ്റാരയുടെ കാര്യം പറഞ്ഞു തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പാട്ടുകൾ തന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിറ്റാരയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗാരേജിൽ തുടങ്ങിയതിന് ശേഷം പലതരത്തിലുള്ള ഡ്രൈവുകൾ, പലതരത്തിലുള്ള വാഹനങ്ങളുടെ ലോഞ്ചുകളൊക്കെ വിവിധയിടങ്ങളിലായിട്ട് നടന്നെങ്കിലും ഈ വിറ്റാര, അതായത് മാരുതി കുടുംബത്തിൽ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ലോഞ്ച് ചെയ്തിടത്തോളം അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിടത്തോളം വൈബ് മറ്റുള്ളവരുണ്ടാക്കിയോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? മാരുതി കുടുംബത്തിലെ ഇലക്ട്രിക് ആയതുകൊണ്ട് മാത്രമല്ല, ഒരു ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ ഇത്രയധികം ഒരു വൈബ് അല്ലെങ്കിൽ ഇത്രയധികം ഒരു ഓളം ഉണ്ടാക്കിയിട്ടില്ല. അതാണ് അപ്പോൾ എന്റെയും കണക്കൂട്ടലുകൾ തെറ്റിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓളത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? ഇപ്പൊ കെവിന് ഇൻവിറ്റേഷൻ വരുന്നു, കാർഡ് വരുന്നു, നേരെ ഡൽഹിയിലേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ടോ? അതെ. ആക്ച്വലി ഇന്ത്യ ഗോസ് ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇൻവിറ്റേഷൻ വന്നത്. അതിൽ മാരുതി നമ്മുടെ അടുത്ത് പറഞ്ഞു, നമ്മളൊരു ഫുൾ സസ്പെൻസ് ആയിരുന്നു, ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾ അതിൻ്റെ ഭാഗമാണ്. ഇത്രയും മാത്രമേ നമുക്ക് അറിയുള്ളായിരുന്നു. അപ്പം നമ്മുടെ ഡ്രൈവ് വന്നിരിക്കുന്നത് 5, 6, 7 3 ദിവസമായിരുന്നു. അപ്പം 4-ാം തീയതി നമ്മളോട് മാരുതി പറഞ്ഞു നിങ്ങൾ ഡൽഹിയിലേക്ക് വരണം, ഒരു ചെറിയ ഇവൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ വിചാരിച്ചു ഇതിൻ്റെ അൺവെയിലിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. അത് തന്നെ ആയിരുന്നു. പക്ഷേ സർപ്രൈസ് ആയിട്ട് സ്റ്റേജിലേക്ക് നമ്മളെ വിളിക്കുന്നു. നമ്മൾ ഈ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടൊരു 4 ടീമായിട്ട് തിരിക്കുന്നു. അതൊരു ടീമിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. മാരുതിയുടെ ടോപ്പ് ഒഫീഷ്യൽസുമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. 2 ദിവസം സഞ്ചരിക്കേണ്ട ദൂരം 1000 കിലോമീറ്റർ. 2 ദിവസം ഇലക്ട്രിക് വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അത് ഈ വിറ്റാരയിൽ സഞ്ചരിക്കുന്നു. ഇത് ശരിക്കും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയല്ലേ? അതെ, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെയായിരുന്നു. ആക്ച്വലി ഇത് ഇന്ത്യ ഗോസ് ഇലക്ട്രിക് എന്നുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഇന്ത്യ ഇലക്ട്രിക്കിലേക്ക് പോകുന്നു എന്ന് മാരുതി തന്നെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവായിരുന്നു. അതിലേക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് 4 ടീമുകളായിട്ടാണ് തിരിച്ചത്. ഞാൻ ഉൾപ്പെടുന്ന ടീം ഭുജ് എന്ന് പറയുന്നൊരു ടീമായിരുന്നു. അതിനുശേഷം കാസിരംഗ, ശ്രീനഗർ ആൻഡ് കന്യാകുമാരി, ഒരു 4 ടീമായിട്ട് തിരിച്ചിട്ട് 20ഓളം ജേർണലിസ്റ്റുകൾ ഒരേ സമയം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ 4 ടീമിലെ വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു ഡ്രൈവിൻ്റെ ഭാഗമായിരുന്നു. സോ എൻ്റെ ഡ്രൈവ് വന്നത് ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്കുള്ള 5, 6, 7 3 ദിവസം നീണ്ടു നിൽക്കുന്ന, 3 ദിവസം ഇല്ല, സത്യം പറഞ്ഞാൽ 2.5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. സോ അത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന 1000 കിലോമീറ്ററുകൾക്ക് മുകളിൽ ദൈർഘ്യമുള്ള ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രൈവായിരുന്നു. ഇപ്പോൾ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുവാണ്, ഡൽഹി ടു ശ്രീനഗർ ആയിരുന്നു അതിനകത്തൊരു ഗ്രൂപ്പ്? അതെ, ഒരു ടീം ഡൽഹി ടു ശ്രീനഗർ ആയിരുന്നു. എന്റെ ശക്തമായ പ്രാർത്ഥന കെവിന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ടീമിലേക്ക് കെവിൻ എത്തിപ്പെടാതിരുന്നത്. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. അതായത് അതിമനോഹരമായ ആ ടറയിലൂടെ ഓടിക്കാൻ കെവിന് പറ്റിയില്ലല്ലോ, അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. എന്റെ സങ്കടം എനിക്ക് കാസിരംഗ ടീമിന് ഭാഗം ആകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് ആയിരുന്നു ഞാൻ ഇനിയിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കാത്തു വെച്ചിരുന്ന ഒരു സ്ഥലം. സോ അതെനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. ഓക്കെ, അപ്പൊ കാസിരംഗയും അതോടൊപ്പം തന്നെ കാശ്മീർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ക്ഷീണത്തിൽ കെവിൻ ഇരിക്കുന്നുണ്ട്. കാശ്മീർ ഞാൻ നേരത്തെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഡൽഹി ടു കാശ്മീർ ഓടിച്ചിട്ടുള്ളതാണ്. അതെ, ഞാൻ MG വിൻസറും കൊണ്ടൊന്ന് പോയതാണ്. ഓഹോ, അവിടെയും ഞാൻ തന്നെ ചമ്മുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് കഥകൾ തുടരാൻ പോകുന്നത്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ ഈ വിറ്റാരയുടെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവും കെവിനും ഉണ്ട്. ഈ വിറ്റാര കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടിച്ചയാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലിപ്പോ ഒരു 2-3 പേർ, ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പേർ ചിലപ്പോൾ ലിസ്റ്റിൽ വന്നേക്കാം. പക്ഷെ കോട്ടയം ജില്ലയിൽ ഈ വിറ്റാര ഇപ്പോൾ ഇതിനകം ഏറ്റവും കൂടുതൽ ദൂരം അല്ലെങ്കിൽ ഈ വിറ്റാര ഓടിച്ചിട്ടുള്ളത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാൾ മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെയാണ്, കെവിൻ. അതിപ്പോ 1 കിലോമീറ്റർ അല്ല, 1000 കിലോമീറ്റർ ആണ് കെവിൻ വണ്ടി ഓടിച്ചിട്ട് വന്നിട്ടുള്ളത്. ബാക്കി ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമാരൊക്കെ വണ്ടിയുടെ ലോഞ്ചിന് ചെന്നിട്ട് 2-3 മണിക്കൂർ ദൂരം ഓടിച്ചാൽ പറയാ ഓടിച്ചെന്ന്. അതെ, ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. എങ്ങനെയുണ്ട് കെവിൻ? 2 ദിവസം വണ്ടി 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ ഓടിക്കാവുന്നതിന്റെ പരമാവധി ഓടിപ്പിച്ചിട്ടാണല്ലോ വന്നിട്ടുള്ളത്. വണ്ടിയുടെ പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേകതകൾ പുറത്തുവിടാറായിട്ടില്ലെന്നറിയാം. എന്നാലും എന്തൊക്കെ പുറത്തുവിടാറായിട്ടുണ്ട്?
ആക്ച്വലി വിനിച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ ലോഞ്ച് കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള എല്ലാ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകൾക്കും അവസരം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഒരുമിച്ച് അതിൻ്റെ ഒരു ഒപ്പീനിയൻ പുറത്തുവിടാൻ പറ്റുള്ളൂ. അത് സ്ട്രിക്റ്റ്ലി മാരുതി നമ്മുടെ നിന്ന് സൈൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എങ്കിൽ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് വാഹനത്തിൻ്റെ റേഞ്ച്. 550 കിലോമീറ്ററിന് അടുത്താണ് വാഹനത്തിന് റേഞ്ച് മാരുതി ക്ലെയിം ചെയ്യുന്നത്. 2 ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. സോ ഞാൻ എന്തായാലും ഓടിച്ചത് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന വാഹനം തന്നെയാണ്. എന്നാൽ അതിൻ്റെ മറ്റ് സ്പെക്സ് ഒന്നും മാരുതി പുറത്തു വിട്ടിട്ടില്ല. മാരുതി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 550 കിലോമീറ്റർ ആണെങ്കിലും എനിക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഫുൾ ചാർജിൽ 450 കിലോമീറ്ററിനടുത്താണ്. ആൻഡ് ഈ ഒരു 450 കിലോമീറ്റർ എനിക്കൊരു ഏകദേശം ഞാനൊരു 3 പ്രാവശ്യമാണ് ചാർജ് ചെയ്തത്. ആ ചാർജ് കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനായിട്ടുള്ള ഒരു ബ്രേക്കിൻ്റെ സമയത്താണ് നമ്മളത് ചാർജ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഈ പോകുന്ന ഈ ഒരു ഡിസ്റ്റൻസിലെല്ലാം തന്നെ മാരുതിയുടെ ഡീലർഷിപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ഈ ഒരു ഇത്രയും ഒരു 1000 ദൂരം പോകുന്ന സമയത്ത് എൻ്റെ സമയം അധികം വേസ്റ്റ് ചെയ്യാതെ എനിക്ക് പ്രോപ്പറായിട്ട് വാഹനം ചാർജ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഈ ഒരു 1000 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ ബേസിക് ആയിട്ടുള്ള ഒരു അടിത്തറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിറ്റാരയുടെ ഇപ്പോൾ മാരുതിയുടെ ചാർജിങ് സ്റ്റേഷനുകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പരിപാടികളൊക്കെ എങ്ങനെയാണ്? എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണോ? അതെ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. E4Me എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് ലഭ്യമല്ല. പക്ഷേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ ഫോണിൽ അതിൻ്റെ ഉള്ള ഇൻസ്റ്റാളേഷനുള്ള പ്രൊവിഷൻ മാരുതി തന്നിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ വാഹനം ആഡ് ചെയ്യുമ്പോഴും അത് സൈൻ ഇൻ ചെയ്യുമ്പോഴും നമ്മുടെ റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ എങ്ങനെയാണ് ഒരു റൂട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ആ റൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എല്ലാ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസും അതിനകത്ത് കാണിക്കും. അതിൽ മാരുതിയുടെ E4Me അല്ലെങ്കിൽ മാരുതിയുടെ ഡീലർഷിപ്പുകളിലുള്ള ചാർജിങ് സ്റ്റേഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. കൂടാതെ മറ്റുള്ള ചാർജിങ് നെറ്റ്വർക്ക്സും ഉണ്ട്. ഏകദേശം ഒരു 10-15ഓളം ചാർജിങ് അഗ്രിഗേറ്റേഴ്സിന് ഇതിനകത്ത് മാരുതി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഗോ ഈസി സ്റ്റാർട്ടപ്പ് ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്ത സമയത്ത് ഈ ചാർജിങ് അഗ്രിഗേറ്റേഴ്സിനെ സ്റ്റേജിൽ വിളിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ചാർജിങ്ങിന്റെ കാര്യത്തിലും വലിയ പേടിക്കാനൊന്നുമില്ല. ഇല്ല, അതിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്കുണ്ട്. നമ്മൾ മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നോ അതുപോലെ തന്നെ മറ്റ് ഏത് യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഗൾഫിൽ നിന്ന് അങ്കിള് ഒരുപാട് പെട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ ലീവിന് തിരിച്ചെത്തിയതിനു ശേഷം പെട്ടികളൊന്നും പൊട്ടിക്കരുത്, ഒരാഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് നിലവിലെ കാര്യങ്ങൾ. കാരണം ഈ വിറ്റാര ഓടിച്ചിട്ട് വന്ന കെവിനാണ്. ഒരു പരിധിക്കപ്പുറം കാര്യങ്ങൾ ചോദിച്ചാൽ കെവിൻ പറയില്ല. വണ്ടിയുടെ ലോഞ്ച് കഴിഞ്ഞിട്ടേ പറയാൻ പാടുള്ളൂ എന്ന് മാരുതി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണല്ലോ? ഞാൻ എത്ര നിർബന്ധിച്ചാലും പറയില്ലല്ലോ. ഇല്ല, ഞാൻ ഒപ്പിട്ട് കൊടുത്തു പോയി, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഒപ്പിട്ട് കൊടുത്തത് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ. ഓക്കെ, ഒപ്പിട്ട് കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ അത് കെവിനെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതിന്റെ പേരിൽ അടുത്ത കേസ് പരിപാടികളൊക്കെ ആക്കാൻ അതിന്റെ പുറകെ പോകാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണേ. അല്ല, അത് മാത്രമല്ല, ജഡ്ജിമാർക്ക് ഇപ്പൊ സമയമില്ലല്ലോ, കേസോടെ കേസാണല്ലോ. അപ്പൊ നമ്മളും കൂടെ ഒരു വള്ളി കൊടുക്കണ്ടല്ലോ അവർക്ക് വേണ്ടി. ഓക്കെ, റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഈ വിറ്റാരയുടെ കഥകളാണ് ഇതുവരെ കേട്ടുകൊണ്ടിരുന്നതെങ്കിൽ മെല്ലെ നമ്മൾ വണ്ടി ഷിഫ്റ്റ് ചെയ്യണം. അതെ, അതായത് വണ്ടി ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിയാറയുടെ ലോഞ്ചിന് പോയതാണ്. ലോഞ്ചിന് ശേഷം ഡ്രൈവിന് പോകാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ, അതായത് ഒരു വാഹനം ഓടിക്കാൻ വേണ്ടി വളരെ പ്രതീക്ഷയോടെ പുറപ്പെട്ട ഒരാൾക്ക് മറ്റൊരു വാഹനം പണിമുടക്കിയതിന്റെ പേരിൽ പോകാൻ പറ്റിയില്ല. ആ പണിമുടക്കിയ വാഹനത്തിന്റെ പേരെന്താ? ഇൻഡിഗോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പല നാടുകളിൽ പോകാൻ അവസരമുണ്ടായിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടായിട്ടും പോകാൻ പറ്റാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ്, അതിന്റെ ഒരു സീസണിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പണി കിട്ടിയവരിൽ ഞങ്ങളും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പല ഡ്രൈവ്സും പല ഇവൻസുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്ലൈറ്റ്സ് ആണ്. അതിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഇൻഡിഗോ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഈ ഒരു സർവീസുകൾ പ്രോപ്പർ ആയിരുന്നെങ്കിൽ ഞാൻ ഏകദേശം ഒരു 20-25 ഫ്ലൈറ്റ്സ് മിനിമം എടുക്കേണ്ട ഒരു ഇവൻറ്റ്സ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ പകുതിയും എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതിൽ ഒന്നാണ് സിയാറയുടെ ഡ്രൈവ്. അപ്പോൾ ഇൻഡിഗോ വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോ, ഇത്രയും വലിയ നഷ്ടം നമുക്ക് ഉണ്ടാക്കി തന്നതിന്റെ പേരിൽ. അതെ, കാര്യം ചണ്ഡീഗഡിലായിരുന്നു ഡ്രൈവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചണ്ഡീഗഡ് പോലുള്ള ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് കണക്ഷൻസ് ഇല്ല. നമ്മൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് തന്നെ എടുക്കണം. അങ്ങോട്ടേക്ക് എയർ ഇന്ത്യയോ സ്പൈസ് ജെറ്റോ അല്ലെങ്കിൽ ആകാശയോ ഇങ്ങനെയുള്ള ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇൻഡിഗോ മാത്രം ഫ്ലൈ ചെയ്യുന്ന ഒരു മൊണോപ്പോളിയായിട്ടുള്ള ചില റൂട്ടുകളായതുകൊണ്ടും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഇഷ്യൂസാണിത്. അപ്പോൾ എന്തായാലും സിയാറെ വളരെയധികം പ്രതീക്ഷയോടിരുന്നെങ്കിലും ഓടിക്കാൻ പറ്റിയിട്ടില്ല.
ലോഞ്ചിൻ്റെ സമയത്ത് ഓടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളത് ടാറ്റയോട് പറഞ്ഞു. ടാറ്റ തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഫ്ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് മേ ബി നിങ്ങളുടെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കുന്നത്, നിങ്ങളുടെ ടൈമാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ വരുന്നത് ബെറ്റർ അല്ല എന്നുള്ളത് അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയുകയായിരുന്നു. അപ്പം നമ്മളത് റീതിങ്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ടാറ്റയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊച്ചിയിൽ നമുക്ക് വാഹനം തരണം എന്ന് പറഞ്ഞു. ടാറ്റ തീർച്ചയായിട്ടും അതിന് എഗ്രി ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ സിയാറ ഓടിച്ചിട്ടുള്ള റിവ്യൂ ആയിരിക്കും നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. ഓക്കെ, ഓടിച്ചിട്ടില്ലെങ്കിലും രണ്ട് ചോദ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി ചോദിക്കുവാണ്. സിയാറയുടെ വില എത്ര, സിയാറയ്ക്ക് എന്ത് കിട്ടും? ഈ 2 ചോദ്യത്തിന് ഉത്തരം കെവിൻ്റെ അടുത്തുണ്ട് എന്ന് എനിക്കറിയാം. സിയാറയുടെ വില 11,49,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്ഷോറൂം വരെയാണ് ബേസ് വേരിയന്റിന്റെ. എല്ലാ മാനുഫാക്ചേഴ്സും നോർമലി ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളെ കാണിക്കുന്നത് ടോപ്പ് എൻഡ് വേരിയന്റും പ്രൈസ് പറയുന്നത് ഏറ്റവും ബേസ് വേരിയന്റും. എന്നാൽ സിയാറയുടെ കാര്യത്തിൽ ഒരു 18 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന, 18 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ടോപ്പ് എൻഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് വേരിയൻസിന്റെ പ്രൈസ് വരാനായിട്ടുണ്ട്. 3 എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, 1.5 ലിറ്റർ ടർബോ പെട്രോൾ, കൂടാതെ ഒരു ഡീസൽ എഞ്ചിനും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു മിഡ് വേരിയന്റിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ പോലും 12 ലക്ഷം മുതൽ ഒരു 15 ലക്ഷം രൂപ വരെ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ അത്യാവശ്യം നല്ല ഒരു സ്പെക്കോട് കൂടിയിട്ടുള്ള ഒരു വാഹനം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് സിയാറ ടാറ്റ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവർ ആ ഒരു മൈലേജ് ടെസ്റ്റിംഗ് അവാർഡായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 29 കിലോമീറ്റർ മൈലേജാണ് ഡീസലിന് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. ഇതുവരെ കണ്ടതൊന്നുമല്ല, ഇനി കാണാൻ പോകുന്നതാണ് കളി എന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിലാണ് മൈലേജ്. സിയാറയ്ക്ക് ശേഷം ടാറ്റയുടെ ലൈനപ്പിൽ വളരെയധികം ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഏകദേശം നമുക്കത് മുൻപോട്ട് ദീർഘവീക്ഷണത്തോടുകൂടി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഹാരിയറിലും സഫാരിയിലും നമുക്കൊരു പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. നേരത്തെ നമുക്ക് ഡീസൽ എഞ്ചിൻ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അങ്ങനെയുള്ള പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഹൈബ്രിഡിലേക്കും ഒക്കെ ടാറ്റ മാറുന്നുണ്ടാവും. ഡീസലിന് 30 കിലോമീറ്ററിന് അടുപ്പിച്ചാണ് മൈലേജ്, 29 കിലോമീറ്റർ ക്ലെയിംഡ് മൈലേജാണ് കിട്ടുന്നത്. സോ ഇനി CNGയിലേക്കും ഇത് വരും. അങ്ങനെ വരുമ്പോഴും ഒരു 30-ന് മുകളിൽ മൈലേജ് എന്താണെങ്കിലും കിട്ടുന്ന രീതിയിലാണ് സിയാറ ടാറ്റ ഇനിയിപ്പോൾ മുമ്പോട്ട് വരുന്ന നാളുകളിൽ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും അത് വളരെയധികം സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. ബാക്കി കാര്യങ്ങളെല്ലാം ഓടിച്ചറിഞ്ഞതിന് ശേഷമേ പറയുള്ളൂ എന്ന് കെവിൻ നിർബന്ധിച്ചതുകൊണ്ട് നമ്മൾ റേഡിയോയിൽ പാട്ട് കൊടുക്കാൻ പോകും. കുഴപ്പമില്ലല്ലോ. അതെ, ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ സെൽറ്റോസിനെയാണ് ഏറ്റവും ഒടുവിലായിട്ട് അവതരിപ്പിച്ച് മനോഹരമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെൽറ്റോസിന്റെ ഏറ്റവും പുതിയ വേർഷൻ പുറത്തിറങ്ങിയതിന്റെ, അതായത് ലോഞ്ച് നടന്നത് ഹൈദരാബാദിലായിരുന്നു. അതിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പങ്കെടുത്ത മഹത് വ്യക്തിയായിട്ടുള്ള കെവിൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. യെസ്, ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ 5 ഇൻട്രോയൊക്കെ തരും. സ്നേഹം കൊണ്ടാ കേട്ടോ, ഭയങ്കര സ്നേഹം എൻ്റെ അടുത്ത് ഇപ്പോ. അതായത് കെവിൻ ഇപ്പോഴായിട്ട് ആഴ്ചയിൽ എന്നെ വിളിക്കും. എങ്ങനെയാണ് ചേട്ടാ, ഫ്രീ ആണോ, നമുക്കൊന്ന് ഹൈദരാബാദ് പോകാം, ബാംഗ്ലൂർ പോവാം, ഡൽഹി പോവാം. അവസാനം ഇപ്പൊ ഞാനിങ്ങനെ കെവിൻ താഴെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ എയറിലാണല്ലോ നിൽക്കുന്നതെന്നാണ് ഇപ്പോ മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത്. അത് വളരെയധികം ശരിയാണ്. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായിട്ട് ഫുൾ ടൈം എയറിലാണ് കെവിൻ ഓൺ എയർ. അപ്പോ ഇവിടെയും എയറിൽ തന്നെ ഉണ്ടോ? എയറിൽ നിന്ന് താഴ്ത്തിട്ടിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. എങ്ങനെയാണ് സെൽറ്റോസ് പുറത്തിറങ്ങിയതിന് ശേഷം സെൽറ്റോസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷന് മുൻപുള്ള വേർഷൻ, നമ്മളൊക്കെ കയ്യിൽ ഓടിച്ച് നടക്കുന്ന വേർഷൻ പോലും അങ്ങനെ ഡിസൈൻ സൈഡിൽ ആരും ഒരു തരത്തിലും കുറ്റം പറയാത്ത, ഒരു മോശവും പറയാത്ത ഒരു വണ്ടിയാണ്. അത്രത്തോളം മനോഹരമായ വണ്ടിയാണ്. അങ്ങനെ ഒരു വണ്ടി കളത്തിൽ നിൽക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ഒരു പുതിയ വേർഷനിലേക്ക് അവരെത്തുന്നു? സത്യം പറഞ്ഞാൽ അതും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാണ്, എന്തിനാണ് കിയ ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തിയത് എന്നുള്ളതാണ്. കാര്യം ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കിയയെ പറ്റി പറയുകയാണെങ്കിൽ കിയ ഇന്ത്യയിൽ വന്നിട്ടുള്ള 2ാമത്തെ മോഡലാണ് സെൽറ്റോസ്. ആദ്യം കാർണിവലാണ് അവർ കൊണ്ടുവന്നത്, അതിനുശേഷം സെൽറ്റോസ് കൊണ്ടുവന്നു. ഈ ഒരു നിമിഷം വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷത്തിന് മുകളിൽ കിയ സെൽറ്റോസ് ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്. അത്രയധികം സക്സസ് ആയിട്ടുള്ള ഒരു മോഡലാണ് കിയയുടെ സെൽറ്റോസ്. അതിലെ ആദ്യത്തെ ജനറേഷൻ കഴിഞ്ഞു, അതിനുശേഷം ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നു. അതും 1 ഹിറ്റായിട്ടുള്ള ഒരു മോഡലാണ്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു ഡിസൈൻ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഒരു ഇന്റർനാഷണൽ കിയ മോഡൽസിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ മോഡലായിട്ടാണ് സെൽറ്റോസിൽ ഈ ഒരു 2026 മോഡൽ. 2026 ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ 2026 വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് കിയയുടെ ഇന്റർനാഷണൽ മോഡലുമായിട്ട് സാമ്യം തോന്നുന്ന ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിലവിലുള്ള കിയ സെൽറ്റോസുമായിട്ട് യാതൊരുവിധ സാമ്യങ്ങളും ഇല്ലാത്ത കൈൻഡ് ഓഫ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയൊരു ടൈപ്പ് പരിപാടിയായിട്ട് നാട്ടുകാർക്കെല്ലാം തോന്നാൻ സാധ്യതയുണ്ട്.
ചിലപ്പോൾ ഒരു പക്ഷേ ഇത് പുതിയ വണ്ടിയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ മാറി, അടിമുടി മാറിയിരിക്കുകയാണ്. അതെ, നമുക്ക് കിയയുടെ മറ്റുള്ള EV9 EV6 പോലുള്ള വാഹനങ്ങളുടെ ഒരു ഡിസൈൻ സാമ്യമൊക്കെ തോന്നാം, സിറോസിന്റെ ഒരു ഡിസൈൻ സാമ്യമൊക്കെ തോന്നാം. സോ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലായിടത്തും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള സെൽറ്റോസിനെ പറ്റിയാണ് കേട്ടോ ഗാരേജിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 3 വാഹനങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഒരു വണ്ടി വിറ്റാരയാണ് അവതരിപ്പിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ വണ്ടി സിയാറയാണ്. അതിന്റെയും പരിപാടികൾ ഏറെക്കുറെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ മൂന്നാമനായിട്ട് നമ്മളുടെ ഗാരേജിലേക്ക് വന്ന, അല്ലെങ്കിൽ കിയയുടെ ആദ്യത്തെ വണ്ടിയാണ് നമ്മളുടെ ഗാരേജിലേക്ക് വരാൻ പോകുന്നത്. അതെ, കിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം നമ്മുടെ ഗാരേജ് തുടങ്ങിയതിന് ശേഷം വരുന്ന ആദ്യത്തെ വണ്ടിയാണ്. നമ്മളുടെ ഗാരേജ് തുടങ്ങിയതിന് ശേഷം കിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാഹനത്തെ 2 കൈകൾ വടിച്ചുകൊണ്ട് നമ്മൾ ഗാരേജിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കുവാണ്. വണ്ടിയുടെ പേര് സെൽറ്റോസ് എന്നാണ്. സെൽറ്റോസ് ഇറങ്ങിയതിനു ശേഷം വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. അതെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഫീച്ചർ ചെയ്തിട്ടുള്ള 3 വാഹനങ്ങളും വരുന്നത് ഒരേ പ്രൈസ് കാറ്റഗറിയിലാണ്. വിറ്റാര ആണെങ്കിലും സെൽറ്റോസ് ആണെങ്കിലും സിയാറ ആണെങ്കിലും. വിറ്റാരയുടെ പ്രൈസ് ഏകദേശം നമുക്കൊരു ഊഹമുണ്ട്, എങ്കിൽ പോലും അത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. മറ്റേ ഒപ്പിട്ട് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞേനെ അല്ലേ, അല്ലെങ്കിൽ നമ്മളത് പുറത്തു വിട്ടേനായിരുന്നു. 3 വാഹനങ്ങളും സെയിം ഒരു മിഡ് സൈസ് SUV കാറ്റഗറിയിലാണ് വരുന്നത്. എന്നാൽ ഈ ഒരു 3 വാഹനങ്ങളും റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. സിയാറ വന്നതിന് ശേഷം ആ ഒരു സോഷ്യൽ മീഡിയയിലും മറ്റും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പിന് ശേഷം കിയ കൊണ്ടുവന്നിട്ടുള്ളൊരു വാഹനമാണ് സെൽറ്റോസിൻ്റെ ഫേസ് ലിഫ്റ്റ്. അതുപോലെ തന്നെ മാരുതി ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് വരുന്നു. സോ ഈ ഒരു മാസം മാക്സ്, അതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്, നിരവധി ഡ്രൈവുകളുള്ള നിരവധി ഇവൻറ്റ്സുകൾ നടക്കുന്ന ഒരു വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു മാസം കൂടിയായിരുന്നു ഈ ഒരു ഡിസംബർ എന്ന് പറയുന്നത്. അങ്ങനെ സെൽറ്റോസ് കാണാൻ വേണ്ടി, സെൽറ്റോസിന്റെ ലോഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടി ഹൈദരാബാദിൽ പോയ കഥകളാണ് ഇനി വരാൻ പോകുന്നത്. സെൽറ്റോസിന്റെ ലോഞ്ച് ആയിരുന്നു ഹൈദരാബാദിൽ. ഡ്രൈവ് ഇനിയിപ്പം വരുന്നുണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക്. ഈ ഒരു ഹൈദരാബാദിലേക്കുള്ള ട്രിപ്പും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കാര്യം കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഇൻഡിഗോ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇൻഡിഗോ മാത്രമേ ഉള്ളൂ. അതും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ബിക്കോസ് 10-ാം തീയതി ആയിരുന്നു ഈ ഒരു വാഹനത്തിന്റെ അൺവീലിംഗ് നടന്നത്. 9-ാം തീയതി ഞാൻ നോക്കുന്ന സമയത്ത് ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ടുള്ള 2 ഫ്ലൈറ്റും നമ്മൾ വരേണ്ട ഫ്ലൈറ്റും അതിന് ശേഷമുള്ള ഫ്ലൈറ്റും ക്യാൻസൽഡ് ആയിരുന്നു. ബട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് സെൽറ്റോസിന്റെ ലോഞ്ച് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇൻഡിഗോ ക്യാൻസൽ ചെയ്തില്ല. നമുക്ക് പോയിട്ട് തിരിച്ചു തരാനായിട്ട് സാധിച്ചു. അല്ലേലും ആരാ പറഞ്ഞത് ഇൻഡിഗോയ്ക്ക് സ്നേഹമില്ലെന്ന്? നമ്മളോട് സ്നേഹമില്ലാത്ത ഇൻഡിഗോ ഒന്നും ഇല്ല. നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഡിഗോയൊക്കെ ഉള്ളൂ. പക്ഷെ സിയാറയുടെ ലോഞ്ചിന് എന്നെ മനസ്സിലാക്കിയില്ല ഇൻഡിഗോ. അതെ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വീടുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പറയും, വിനു അങ്ങനെയൊന്നും അല്ലട്ടോ, നമ്മളോട് സ്നേഹമില്ലാത്ത ഇൻഡിഗോ ഉണ്ട്. പലരും വീട്ടിൽ കുട്ടികളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരും, അല്ലെങ്കിൽ അങ്കിൾമാരെ പ്രതീക്ഷിച്ചിരിക്കുന്നവരും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പല നാട്ടിലും പോകാൻ വേണ്ടി നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ചെറിയ തോതിലെങ്കിലും പണി ഇൻഡിഗോയുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയുന്നില്ല. നമുക്ക് അതിനെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ പറയാം, ഉറപ്പായിട്ടും പറയാം. റേഡിയോയിൽ ഇപ്പൊ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിന്റെ സമയം ശരിക്കും പറഞ്ഞാൽ ഏറെക്കുറെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിലപിടിപ്പുള്ള, ഒരുപാട് പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 3 വാഹനങ്ങൾ അവതരിപ്പിച്ച് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ കെവിൻ അവശതയായി. അതായത് നമ്മളിപ്പോ സെൽറ്റോസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കെവിൻ, സെൽറ്റോസിന്റെ ഇപ്പോൾ ഡിസൈൻ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് സെൽറ്റോസ് ആണോ എന്ന് പോലും തോന്നിപ്പോകും എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വില, മറ്റേ എൻജിൻ പവർ, ഇന്റീരിയർ, ഇതൊക്കെ എങ്ങനെയാണ്? ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ പുറത്ത് പറയാറായോ? സത്യം പറഞ്ഞാൽ 2026 ജനുവരി 2-നാണ് വാഹനത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രൈസ് അനൗൺസ്മെൻറ്റ് വരുന്നത്. 3 എഞ്ചിൻ തന്നെ നമുക്ക് വരുന്നുണ്ട്. പെട്രോളും ഡീസലും നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് അനൗൺസ്മെൻറ്റ് വരുന്നത് ജനുവരി 2-നാണ്. നിലവിലെ മോഡലോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 50,000 റുപ്പീസൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രൈസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതും ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ടായിരിക്കും. സോ ആദ്യത്തെ ഒരു കുറച്ച് ബുക്കിംഗ്സിന് നമുക്ക് ഒരു ഓഫർ പ്രൈസ് പോലെ കിട്ടും. അതിനുശേഷം പ്രൈസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും കിയ ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുണ്ട് നിലവിലെ സെൽറ്റോസുമായിട്ട്. നിലവിലെ സെൽറ്റോസ് പ്രീമിയമാണ്. അതിലും ഒരു പ്രീമിയം ആയിട്ട് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇന്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും നമുക്ക് മറ്റുള്ള കിയ വാഹനങ്ങളുമായിട്ട് സിമിലാരിറ്റി തോന്നുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സിറോസിൻ്റെ ഇന്റീരിയറിൽ എങ്ങനെയാണോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു സെൽറ്റോസിലും വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സെയിം പാറ്റേൺ എല്ലാ മാനുഫാക്ചേഴ്സും ഫോളോ ചെയ്യുന്നത് പോലെ കിയ ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞാൽ അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം സെൽറ്റോസിന് അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടിയും അതിൻ്റേതായിട്ടുള്ള ഒരു
ഡിസൈൻ സ്ട്രാറ്റജിയും ഉള്ളൊരു വാഹനമാണ്. ആ ഒരു സെഗ്മെൻറ്റ് ലീഡ് ചെയ്യുന്നൊരു വാഹനമാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് ലീഡ് ചെയ്യുന്നൊരു വാഹനത്തിന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചേഞ്ചസ് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ആ ഒരു വാഹനത്തിൻ്റെ മുമ്പോട്ടുള്ള സെയിൽസും ആ ഒരു വാഹനത്തിൻ്റെ അക്സെപ്റ്റൻസും ഒക്കെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഇത് കണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു വാഹനത്തിനോട് ആ ഒരു ഇഷ്ടം നമുക്ക് തോന്നിപ്പോകും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സത്യമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും അത് തന്നെയായിരിക്കട്ടെ ഒരു മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ചില വാഹനങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യം കാണുമ്പോൾ ഇഷ്ടപ്പെടില്ലെങ്കിലും ഇഷ്ടപ്പെടാറില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് കണ്ട് എന്തോ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്, ഈ ഒരു ലെവലിലേക്ക് എത്തുവാണല്ലോ. അതെ. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും. വിലയും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ ഡ്രൈവും ബാക്കി പരിപാടികളൊക്കെ വരുന്നേ ഉള്ളൂ. ഡ്രൈവ് അഗൈൻ 3rd വീക്കിലാണ് ഈ ഒരു കിയ സെൽറ്റോസിൻ്റെ ഡ്രൈവ് വരുന്നത്. സോ ഡ്രൈവിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എങ്ങനെയാണ് സസ്പെൻഷൻ, ഇതിൻ്റെ വീൽ ബേസ് കൂടിയിട്ടുണ്ട്, ഇൻറ്റീരിയർ സ്പേസ് കൂടിയിട്ടുണ്ട്, സോ കംഫർട്ട് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാനായിട്ടുള്ള ഒരു സമയം ഇനി അടുത്തൊരു വീക്കിലേക്കാണ്. സോ അതിന് ശേഷം വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രോപ്പർ ഡ്രൈവ് റിവ്യൂ റേഡിയോ ഗ്യാരേജിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ സിയാറയും ഓടിച്ചിട്ട് അതിന്റെ ഒറിജിനൽ റിവ്യൂ വരാൻ പോകുന്നുണ്ട്. ഒപ്പം സെൽറ്റോസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് വേണം കൂടുതൽ കഥകൾ പറയാൻ. സെൽറ്റോസും മാത്രമല്ല, സെൽറ്റോസ് ഉണ്ട്, സിയാറ ഉണ്ട്, ഇവിറ്റാര ഉണ്ട്, കൂടാതെ ടാറ്റ സഫാരിയും ഹാരിയറിൻ്റെ പെട്രോൾ എഡിഷൻ വരുന്നുണ്ട്. അങ്ങനെ നിരവധി മോഡലുകൾ ഓടിക്കാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു വീക്കാണ് എൻ്റെ മുമ്പിൽ സത്യം പറഞ്ഞപ്പോൾ ഉള്ളത്. 2025 അവസാന മാസത്തിലെ അവസാനത്തെ ആഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെവിന് നിലം തൊടാതെ പറക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. അപ്പൊ എന്തായാലും കെവിൻ പറക്കണം, എന്നാലാണ് കാര്യങ്ങളൊക്കെ ഓടുള്ളൂ. ഞാൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കെവിന്റെ യാത്രകൾ തുടരട്ടെ. അതോടൊപ്പം തന്നെ അതെ, ഞാനിപ്പോ ഒരു 3-4 യാത്രയായിട്ട് ഞാൻ അത്യാവശ്യം തിരക്കായി പോയിട്ട് വരാൻ പറ്റാതിരുന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോകണ്ട കേട്ടോ, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. ഒറ്റയ്ക്ക് പോവില്ല. അത് മതി. അപ്പോ നമ്മൾ ഇനി ഒന്നിച്ച് എവിടേക്കാണ് പോകുന്നത്? നമുക്ക് ഈ വിറ്റാരയുടെ ഡ്രൈവിന് ഒരുമിച്ച് പോവാം. അതായത് കെവിന് 1000 കിലോമീറ്റർ ഓടിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം എന്നെ കൊണ്ടുപോകുന്നു ഒന്നുകൂടി ഓടിക്കാൻ. അതെ, മതി, കുഴപ്പമില്ല. ഒരാളല്ലേലും ഇതെല്ലാം ഓടിച്ച് സെറ്റാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ ചെന്ന് ഓടിക്കേണ്ടത്. അങ്ങനെ ആവണമല്ലോ. അതെ, അതിനുശേഷം നമുക്ക് ഹാരിയർ, സഫാരി ഓടിക്കാം, സെൽറ്റോസ് ഓടിക്കാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ചേട്ടൻ ഏതാണെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് പോയേക്കാം. ഓക്കെ, അത് മതി. അതിനുള്ളിൽ ഈ ഒരു ഇൻഡിഗോ സീനുകളൊക്കെ മാറി ആകാശത്തിൽ ചറപറ ഇൻഡിഗോ പറക്കുന്ന നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾക്കും ആശംസിക്കാനുള്ളത്. ഇൻഡിഗോ ആക്ച്വലി അവരുടെ പല സർവീസുകളും തിരിച്ച് ആക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത്, കാണാനും കഴിയുന്നത്. പല ഫ്ലൈറ്റ്സും ബാക്ക് ടു ഒരു ഓപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കും ആഗ്രഹം അത് തന്നെയാണ്. ബിക്കോസ് ഒരു ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ സ്കെഡ്യൂൾസ് മാറുകയാണ്, ടൈം അത്ര പോവുകയാണ്. കണക്ടിവിറ്റി വളരെ കുറവുള്ള രാജ്യത്താണ്. നമുക്കങ്ങനെ ഒരു നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് ഒന്നുമില്ല. ഇന്ത്യക്ക് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് മറ്റു ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് ഒരു മൊണോപ്പൊളിയായിട്ട് മാറിയതും. ഇന്ത്യക്ക് ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞപ്പം ഇന്ത്യയുടെ ആകാശം മൊത്തം എംപ്റ്റി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ബാക്ക് ടു ട്രാക്കിലേക്ക് ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. നമ്മുടെ സമയം അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഡിലേ കൊണ്ട് കളയാനായിട്ടില്ല. ബിക്കോസ് ബാക്ക് ടു ബാക്ക് ഇവൻറ്റ്സും ഡ്രൈവ്സും ഉണ്ട്, റേഡിയോ ഗ്യാരേജ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. സോ ഹോപ്പ്ഫുള്ളി ബാക്ക് ടു ഒരു പ്രോപ്പർ സ്കെഡ്യൂൾസിലേക്ക് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇൻഡിഗോ പറക്കട്ടെ, പറക്കുക തന്നെ ചെയ്യട്ടെ. റേഡിയോയിൽ പാട്ടുകളാണ് വരാൻ പോകുന്നത്. യെസ്, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ഉത്തരവാദിത്വത്തോടും സുരക്ഷയോടും കൂടി മാത്രം ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമറ്റും 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് വളരെയധികം ക്ഷമയോടും ഉത്തരവാദിത്വത്തോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.